വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്തെത്തിയതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത്. മോദിയുടെ പിൻഗാമിയെക്കുറിച്ചും അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടന്നു. മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും അടുത്ത BJP പ്രധാനമന്ത്രിയെന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചതെന്നും സഞ്ജയ് റൌത്ത് അവകാശപ്പെട്ടു. മുംബൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരാകണമെന്ന് RSS തീരുമാനിക്കും. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായിരിക്കും. ഇക്കാര്യം അടച്ചിട്ട മുറിക്കുള്ളിൽ ചർച്ച ചെയ്യാനാണ് മോദിയെ RSS ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചതെന്നും റൌത്ത് അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഇക്കാര്യം ആവർത്തിച്ചു. 75 വയസ്സു കഴിഞ്ഞവർ വിരമിക്കലാണ് പതിവ്. മോദിക്കും പ്രായമാവുകയാണ്. അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോൾ വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കുന്നത്. മോദി അവിടെ പോയത് RSS നേതാക്കളെ സന്തോഷിപ്പിക്കാനായിരിക്കും. RSS ഒരു തീവ്രവാദ സംഘടനയാണ്. അവരാണ് VHP, ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ രൂപീകരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് ഹുസൈൻ ഡൽവാനി പറഞ്ഞു. അതേസമയം സഞ്ജയ് റൌത്തിന്റെ വാക്കുകൾക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി. മോദിയാണ് തങ്ങളുടെ നേതാവെന്നും മറ്റൊരാളെ ഇപ്പോൾ കണ്ടെത്തേണ്ട കാര്യമേയില്ലെന്നും ഫട്നാവിസ് എടുത്തു പറഞ്ഞു. 2029 നരേന്ദ്രമോദി തന്നെയായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ സംസ്കാരത്തിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിൻഗാമിയെക്കുറിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ്. ഇപ്പോൾ പിൻഗാമിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഇതൊക്കെ മുഗൾ സംസ്കാരമാണ് എന്ന് ഫട്നാവിസ് പരിഹസിച്ചു. കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി RSS ആസ്ഥാനത്തെത്തിയത്. ഹിന്ദു പുതുവത്സരത്തിന്റെ തുടക്കമായ ഗുഡി പദ്വയോടനുബന്ധിച്ചാണ് മോദി RSS ആസ്ഥാനം സന്ദർശിച്ചത്. RSS 100 വർഷം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ കൂടിയായിരുന്നു ഈ സന്ദർശനം. RSS നേതൃത്വത്തിലുള്ള മാധവ് നേത്രാലയം ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിനും മോദി തറക്കല്ലിട്ടു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വധത്തിനു പിന്നാലെ നിഷേധിക്കപ്പെട്ട RSSന്റെ ആസ്ഥാനം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായും മോദി മാറി. RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ മോദിയെ അനുഗമിച്ചു. മോഹൻ ഭാഗവതും മോദിയും രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലാണ് അവസാനം ഒരുമിച്ച് പങ്കെടുത്തത്. സേവനത്തിന്റെ കാര്യത്തിൽ സമാനതകളില്ലാത്ത പ്രസ്ഥാനമെന്നാണ് പിന്നീട് മോദി RSSനെ വിശേഷിപ്പിച്ചത്. തന്റെ ജീവിതത്തിന് വഴികാട്ടിയത് RSS ആണ്. കുംഭമേളയിൽ അടക്കം RSS നടത്തിയ സേവനത്തെ മോദി പ്രകീർത്തിച്ചു. കഴിഞ്ഞ 100 വർഷവും ഇന്ത്യയുടെ സംസ്കാരവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച സംഘടനയെന്നും മോദി വിശേഷിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 10 കൊല്ലത്തിൽ RSSനെ ഇത്രയും പുകഴ്ത്തി മോദി സംസാരിക്കുന്നതും ഇതാദ്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ RSSുമായുണ്ടായിരുന്ന ഭിന്നത ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിൽ BJP പരിഹരിച്ചിരുന്നു. മോദി അടുത്ത നേതൃത്വത്തിന് വഴിമാറിക്കൊടുക്കണമെന്ന് RSS ആഗ്രഹിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ പോലും ഉയർന്ന ശേഷം നടത്തിയ ഈ സന്ദർശനത്തിലൂടെ സംഘവുമായി അകൽച്ചയില്ല എന്ന സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്.